ഏറാമല ബാങ്ക് വാർഷിക പൊതുയോഗം ഓട്ട്കാട്ടേരി LP സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏറാമല ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ നടുത്തുരുത്തിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിനെ ടൂറിസ്റ്റ് ഹബ്ബാക്കുന്നതോടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിസന്ധികൾ നേരിടുന്നു. ഏറാമല സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് മെമ്പർമാർക്ക് തുടർച്ചയായി 25% ഡിവിഡന്റ് നൽകി വരുന്നു. ആധുനികവൽക്കരണത്തിന്റെ എല്ലാ സാധ്യതകളും വീട്ടുമുറ്റത്തെത്തിക്കാൻ ബാങ്ക് ആസൂത്രണം ചെയ്യുന്നു. പോളി ഹൗസ് നവീകരിച്ച് കർഷകർക്ക് ആനുകൂല്യം നൽകാനും ആഗ്രോ സർവീസ് സെന്റർ ഏറ്റെടുത്ത് കർഷകർക്ക് കുറഞ്ഞ വിലയിൽ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യാനും മുഴുവൻ കർഷകരെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ബാങ്ക് ഏറ്റെടുത്ത് നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അംഗസമാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ അനുവദിച്ച 85,000 രൂപ പൊതുയോഗത്തിൽ വെച്ച് 4 മെമ്പർമാർക്ക് വിതരണം ചെയ്തു. ബാങ്ക് വൈസ് ചെയർമാൻ PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബാങ്ക് ജനറൽ മാനേജർ TK വിനോദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർമാരായ K ദിവാകരൻ, P ചന്ദ്രൻ മാസ്റ്റർ, M സുനി, AK സിന്ധു, KK നാണു, ബാബു KK, PK നാണു മുരിക്കുള്ളതിൽ, ഉദയകുമാർ N, സുമിത TS, സുചിന KK, O മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് ആധുനികവൽക്കരണം വേണം. ബാങ്കിന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ, നമ്മുടെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും വീട്ടുമുറ്റത്തെത്തിക്കാൻ, നമ്മുടെ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഭാഗമായി അടുക്കളയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രൂപത്തിൽ ആധുനികവൽക്കരണം നമ്മൾ നടത്തുകയാണ്. അതുപോലെ ഇനിയും വികസിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആരംഭം കുറിച്ച ട്രേഡ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ പ്രായോഗികമായ രൂപത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് നടപ്പാക്കാൻ സാധിക്കണം. ബാങ്കിന്റെ കരുതലും ബാങ്കിന്റെ അടിത്തറയും ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് ഈ പഞ്ചായത്തിനെ, ഏറാമല പഞ്ചായത്തിനെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വടകര മഹീകനാൽ വികസിക്കുകയാണ്. ജനഗതാഗതം ശക്തിപ്പെടുകയാണ്. അതുപോലെ നടുത്തിരുത്തിയുണ്ട്. അവരെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഏറാമല പഞ്ചായത്തിന്റെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാഥമികമായി നമ്മൾ രൂപകൽപ്പന നടത്തിയിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല, ഇവിടെ വന്നുചേരുന്ന നിരവധി ആളുകൾക്കുള്ള സൗകര്യങ്ങൾ നൽകുന്നതിന് ഫലമായി നമ്മുടെ നാട്ടിൽ ധാരാളം തൊഴിലവസരങ്ങൾ, ധാരാളം സൗകര്യങ്ങൾ ലഭ്യമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ ബാങ്ക് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നമ്മുടെ കോക്കനട്ട് കോംപ്ലക്സ്, എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കേരളത്തിൽ എവിടെ ചെന്നാലും അവർ പറയാം മയൂരം, ആ പേര് ജനഹൃദയങ്ങളിൽ തളം കെട്ടി നിൽക്കുകയാണ്. അത് അങ്ങനെ ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ വെളിച്ചെണ്ണ, നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മുടെ ഉരുക്കെണ്ണ, തേങ്ങാപ്പാൽ, ഡെസിക്കേറ്റ് കോക്കനട്ട്, അതുപോലെ തേങ്ങാ ചിപ്സ്, ഹെയർ ഓയിൽ, ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മാർക്കറ്റിലും എന്നോട് പലരും പറയാറുണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത് പോയാലും അതുപോലെ മറ്റ് മലയാളികൾ താമസിക്കുന്ന സ്ഥലത്ത് പോയാലും ഞങ്ങൾക്ക് ഇത് കിട്ടാൻ എന്താണ് മാർഗം? കേരളത്തിൽ തേങ്ങാപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില സംഘങ്ങളുണ്ട്, ചില സഹകരണ സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ 10,000-കണക്കിന് തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ആർക്കിടെക്ട് എന്നോട് പറയുകയുണ്ടായി, ഞാനെല്ലാം പരീക്ഷിച്ചു, പക്ഷെ നിങ്ങളുടെ തേങ്ങാപ്പാലിന് വെല്ലാൻ ഒരു സ്ഥാപനത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കുരിയറായിട്ട് എനിക്ക് കൃത്യമായി അയച്ചു തരണം, തപാൽ പോസ്റ്റായി അയച്ചു തരണം എന്ന് പറയുകയുണ്ടായി. അത്രയും പരിശുദ്ധമായ വെളിച്ചെണ്ണ, അത്രയും പരിശുദ്ധമായ ഗുണമേന്മയുള്ള തേങ്ങാപ്പാൽ, ഈ രംഗത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ, അതേതെല്ലാമാണെന്ന് അവിടെ പറയുന്നില്ല, പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ആക്കിക്കൊണ്ട് അത് ലാഭകരമായി പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ഇതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങി 2 വർഷങ്ങളുടെ അടച്ചുപൂട്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അഭിവൃദ്ധിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്.